നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ? സിമ്പിളായിട്ട്. ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര സിമ്പിൾ അല്ല, എന്നാലും ഇത്തിരി സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ശരിക്കും ഞങ്ങളുടെ നാട് കൊല്ലമാണ് കേട്ടോ. ഇവിടെ മലപ്പുറത്താണ് ഇപ്പം ഞങ്ങളുള്ളത്. മലപ്പുറത്ത് വന്നിട്ട് ഒരു 15 വർഷമായി. ഇവിടെ വന്നിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പഠിച്ചില്ലെങ്കിൽ മോശമല്ലേ? അപ്പോൾ നമുക്ക് കഥ പിന്നെ പറയാം. ഇതാദ്യം ഉണ്ടാക്കാം. 2 സവാള എടുക്കുക. 2 സവാള എടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മളിത് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെ ഈ ഒരു പരുവം ഒക്കെ റെഡിയാക്കി നോക്കാം. നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ജസ്റ്റ് ഒന്ന് എണ്ണയ്ക്കകത്തൊന്ന് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ സവാള ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ക്വാർട്ടേഴ്സിൽ, ഇത് ഗവൺമെൻറ് ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 15 വർഷമായെന്ന്. ഇവിടെ നമ്മൾ വേറെ റിനോവേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാൽ കൂടിയും നമ്മൾ നിൽക്കുന്നിടം നമ്മൾ നല്ല സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കുക നല്ലേ. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില പേസ്റ്റും പിന്നെ കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, അതിലേക്കും കുറച്ച് സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ ചേർത്ത്, പിന്നെ ഒരു 4 ടീസ്പൂണോളം തൈര് ഞാൻ ചേർക്കുന്നുണ്ട്. തൈരും പിന്നെ നമ്മുടെ വീട്ടിൽ പൊടിച്ച മസാലയാണ് ഗരം മസാല. പുറത്തുനിന്നുള്ള സ്പൈസസ് ഒന്നും വേറെ ആഡ് ചെയ്യുന്നില്ല. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കുക്കറിലേക്ക് 1 ടീസ്പൂൺ നെയ്യും 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ്റെ കൂട്ട് നമ്മൾ അതിലേക്ക് ഇടുകയാണ്. നമ്മൾ കുക്കർ അടച്ച് ഒറ്റ വിസിലടുപ്പിച്ചാൽ മതി. നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി നല്ല മണമൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൈമ റൈസാണ്. 1/2 കിലോ ആണ് നമ്മൾ ചേർത്തേക്കുന്നത്. ഇതിലേക്ക് വെള്ളത്തിൻ്റെ അളവൊന്നും ചോദിക്കണ്ട. ഞാൻ ആ അരിയുടെ മുകളിൽ തൊട്ട് പൊന്തി നിൽക്കുന്ന രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ചേക്കുന്നത്. എനിക്ക് കറക്റ്റ് അതിൻ്റെ അളവ് അങ്ങനെ പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഒരു കണക്ക് അങ്ങനെയാണ്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്, കുറച്ച് ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്, ലാസ്റ്റ് ഒരു പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 വിസിൽ അടുപ്പിച്ച് നമ്മുടെ ബിരിയാണി റെഡി. ലാസ്റ്റ് ആ ഓണിയൻ ഫ്രൈയും കൂടെ ഇട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ഹോംലി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കുറച്ച് പപ്പടം, സലാഡ്, കുറച്ച് മുട്ട. നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലത്തൊക്കെ ബിരിയാണിക്കകത്ത് മുട്ടയും കൂടെ കിട്ടും. പക്ഷെ ചിലയിടത്തൊന്നും അങ്ങനെ കിട്ടാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിക്കകത്ത് മുട്ട വെച്ച് ഇങ്ങനെ കഴിക്കുന്നത്. എന്നാലും നമ്മളധികം മസാലയൊന്നും വേറെ അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ പൊടിച്ച ഗരം മസാല മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും അടിപൊളി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അടിപൊളിയെന്ന്. അടിപൊളി.